എനിക്ക് മെഡിക്കൽ ഫീൽഡ് തന്നെ ചൂസ് ചെയ്യണമെന്നുണ്ടായിനെ. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തോന്നിയത് CPC എക്സാം എഴുതിയിട്ട് 1 മന്തേ ആയുള്ളൂ. ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ തന്നെ ഇപ്പോൾ എക്സൽ ഹെൽത്തിൽ പ്ലേസ്ഡ് ആയി. ഹായ്, എൻ്റെ പേര് രജന്യ. ഞാൻ കണ്ണൂർ കാർഡി അഡ്മിനാണ്. ഇന്ന് നമ്മളുള്ളതൊരു ഹാപ്പി മൊമെൻറ്റിലാണ്. നമ്മുടെ കണ്ണൂർ കാർഡിയിൽ പഠിച്ച് പ്ലേസ്ഡ് ആയ 2 സ്റ്റുഡൻസിനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. എൻ്റെ പേര് ഷാന. ഞാൻ വരുന്നത് ചാലാട് നിന്നാണ്. ഞാൻ പഠിച്ചത് ഫെബ്രുവരി ബാച്ചാണ് 2023. എക്സൽ ഹെൽത്തിലേക്ക് സെലക്റ്റഡ് ആണ്. ഞാൻ വിപിൻ ഇ വി. എൻ്റെ സ്ഥലം കടന്നപ്പള്ളിയാണ്. കാർഡിയയിൽ 2022 ഒക്ടോബർ ബാച്ചിലാണ് പഠിച്ചത്. സെലക്ഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ആദ്യം തന്നെ അസിസ്റ്റന്റ് ചെയ്ത പ്ലേസ്മെന്റ് ഗ്രൂപ്പേനു അതിലൂടെ എക്സൽ ഹെൽത്തിലേക്ക് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ ഓൺലൈൻ ആയിട്ടേനു ഉണ്ടായത്. ഇന്റർവ്യൂ പ്രോസസ് സാറ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇന്റർവ്യൂ ചെയ്ത ആള് ഇന്റർവ്യൂവിൽ മെയിൻ ആയിട്ട് ചോദിച്ചത് അനാട്ടമി, ടെർമിനോളജി. ഇവിടുന്ന് മാം പ്രൊവൈഡ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ചോദിച്ചത് നമ്മളെ CV ബേസ്ഡ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച്. പിന്നെ നമ്മളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ കാർഡിയ എങ്ങനെയാണ് ഒപ്റ്റത്തെ കുറിച്ച് അറിഞ്ഞത്, പിന്നെ എങ്ങനെയാണ് കാർഡിയയിൽ ജോയിൻ ചെയ്തത്, അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഇന്റർവ്യൂവിൽ ചോദിച്ചത്. അതിനുശേഷം സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. നമുക്ക് ജോയിനിങ് ഡേറ്റ് തന്നു. നമുക്ക് ഇവിടുന്ന് കാർഡിയ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിന്. ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ടീച്ചേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അഡ്മിൻ ആയാലും ടീച്ചേഴ്സ് ആയാലും എന്ത് ചോദിച്ചാലും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ CPC എക്സാം എഴുതിയിട്ട് 1 മന്തേ ആയുള്ളൂ. ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ തന്നെ ഇപ്പോൾ എക്സൽ ഹെൽത്തിൽ പ്ലേസ്ഡ് ആയി. മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കാർഡി തന്നെ സെലക്ട് ചെയ്തു? ഞാനൊരു സയൻസ് ഫീൽഡ് ആയിരുന്നു. എനിക്ക് മെഡിക്കൽ ഫീൽഡ് തന്നെ ചൂസ് ചെയ്യണമെന്നുണ്ടായിനെ. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തോന്നിയത് കാർഡിയ ഹെൽത്ത് കെയർ ആയിരുന്നു. അവിടെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കാർഡിയയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം CPC എക്സാം എഴുതി പാസ്സായി. കാർഡിയക്ക് ഒരു പ്ലേസ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ സെലക്റ്റഡ് ആയി. എക്സൽ ഹെൽത്ത് ബാംഗ്ലൂർ ആണ്. ഞാൻ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു പഠിച്ചത്. ഇവിടെ ട്രെയിനർ വിദ്യാ മാം ആയിരുന്നു. ക്ലാസ്സെല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആയ എല്ലാ കാര്യത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. മോക്ക് പഠിക്കുമ്പോൾ CPC എക്സാം എഴുതുന്നവരെ എല്ലാ കാര്യത്തിനും. നെക്സ്റ്റ് വീക്കാണ് നിങ്ങളെ ജോയിനിങ് വരുന്നത്. നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്. അതുപോലെ കാർഡിയയുടെ ഭാഗത്തുനിന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതുവരെ തന്ന കാർഡിയയുടെ എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. താങ്ക് യു കാർഡിയ.